നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ നിർമ്മാണ ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്യാൻ മന്ത്രിതല യോഗം നിർദ്ദേശം നൽകി. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ക്യാമ്പയിനിലൂടെ 10,000 പേർക്ക് ജോലി നൽകാനാകുമെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്. പുത്തൂർ പഞ്ചായത്ത് 2024-25 ബജറ്റ് വൈസ് പ്രസിഡന്റ് അശ്വിനി സുനീഷ് അവതരിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി. പണി കഴിഞ്ഞിട്ടും ഒല്ലൂർ സോണൽ ഓഫീസ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ കമ്മിറ്റി പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. പീച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ബൃഹത് പദ്ധതിയുടെ നിർമ്മാണ ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്യാൻ മന്ത്രിതല യോഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒല്ലൂർ നിയോജക മണ്ഡലം MLA കൂടിയായ റവന്യൂ മന്ത്രി K. രാജൻ, ഇറിഗേഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പീച്ചി ഡാമിന്റെ 86 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. മാസ്റ്റർ പ്ലാൻ യോഗത്തിൽ അവതരിപ്പിച്ചു. സർക്കാർ ഫണ്ട്, കിഫ്ബി, PPP സഹായം എന്നിവയിൽ നിർമ്മാണ നിർവഹണം പൂർത്തിയാക്കാവുന്ന ഇനം തിരിച്ചു സമർപ്പിക്കും. 1ാം ഘട്ട പ്രവർത്തനം ഈ വർഷം ആരംഭിക്കും വിധം നടപടികൾ വേഗത്തിലാക്കും. 9 സോണുകളിലായാണ് നിർമ്മാണം. പ്രവേശന കവാടത്തിനോട് ചേർന്ന ആദ്യ സോണിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ്, പാർക്കിംഗ് ഏരിയ. 2ാം സോണിൽ എൻട്രൻസ് പ്ലാസ, ടിക്കറ്റ് കൗണ്ടർ. സോൺ 3-ൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡ്മിൻ ബ്ലോക്ക്, ഹോസ്റ്റൽ, ട്രേഡിംഗ് സെന്റർ, ലാബ്, ക്വാർട്ടേഴ്സ്, പാർക്കിംഗ് എന്നിവ. സോൺ 4-ൽ സെൻട്രൽ പാർക്കിംഗ് സോൺ, പൊതു ശൌചാലയം, ക്ലിനിക് സർവീസസ് എന്നിവയുണ്ടാകും. ഷോപ്പിംഗ് സ്ട്രീറ്റ്, കിയോസ്ക്, ഫുഡ് കോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ സോൺ 5-ലാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, അഡ്വഞ്ചർ പാർക്ക്, റോളർ കോസ്റ്റർ എന്നിവയോടെ സോൺ 6. സോൺ 7-ൽ ഓപ്പൺ എയർ തിയേറ്റർ, പ്രീ വെഡിംഗ് ഷൂട്ടിംഗ് സ്പോട്ട്, സൈക്ലിംഗ് ട്രാക്ക്, ലാൻഡ്സ്കേപ്പ് പാർക്ക്, മ്യൂസിക്കൽ ഫൗണ്ടൻ എന്നിവയാണ്. സോൺ 8-ൽ പീച്ചി ഹൗസ്, റെസ്റ്റോറേഷൻ, അഡീഷണൽ മുറികളുള്ള കെട്ടിടം, റെസ്റ്റോറന്റ്, കിച്ചൺ, ഗാർഡൻ എന്നിവയുമുണ്ട്. സോൺ 9-ൽ ഡാം ലൈറ്റിംഗ്, പനോറമിക് ഗ്ലാസ് ലിഫ്റ്റ്, ഡാം സൗണ്ട് സ്ട്രീംസ് ഗാർഡൻ, വാച്ച് ടവർ, ഗ്ലാസ് ബ്രിഡ്ജ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, ഇൻഡോർ ഗെയിംസ്, കഫറ്റേരിയ എന്നിവ. മുഴുവൻ റോഡുകളുടെ നവീകരണവും ഉൾപ്പെടുത്തും. പല സ്ഥലത്തും പഴയ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഓഫീസുകൾ പുതിയൊരു സമുച്ചയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയും പീച്ചി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്ന കാര്യം പരിഗണിക്കുന്നു. തൊഴിൽ പൂരം മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. 10,000 പേർക്ക് ജോലി നൽകാനാകുമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. തൃശൂർ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംയുക്തമായാണ് തൊഴിൽ പൂരം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, കേന്ദ്ര വിദ്യാലയം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ചാണ് എക്സ്പോ. 25,000 ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുമെന്നും 10,000 പേർക്ക് ജോലി ലഭിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. ദേശീയ, അന്തർദേശീയ തലത്തിലെ കമ്പനികളിൽ നിന്നായി 200-ൽ പരം ജോലികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തൊഴിൽ ലഭ്യമാക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിജ്ഞാന തൃശൂർ എന്ന് പറയുന്ന നൈപുണി തൊഴിൽ പരിശീലന പരിപാടിക്ക് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളതാണ്. ഇന്നത്തെ നിലയിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, ജില്ലകളിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ്. ഈ തൊഴിൽപൂരം വലിയ വിജയമായിരിക്കുന്നതിനെ കുറിച്ചൊരു സംശയം വേണ്ട. കാരണം ഇതിനൊരു മുന്നൊരുക്കമായിട്ട് അടുത്ത 4 ശനിയാഴ്ചകളില് ഓൺലൈനായിട്ടുള്ള തൊഴിൽ മേളകളുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച നടന്നത് പോളിടെക്നിക് ഡിപ്ലോമക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 730 പേരെ പങ്കെടുത്തു.
ഓരോരുത്തരും 2, 3, 4 ഒക്കെ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും. 730 പേരാണ്. അതില് 475 പേർക്ക് ജോലി ലഭിച്ചു. 180 പേർക്ക് ഷോർട്ട് ലിസ്റ്റിൽ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. അഭിമുഖത്തിന് വന്നവരിൽ 90% പേര് അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇത് ഏത് കാലത്തെയും റെക്കോർഡാണ് ഒരു ഇന്റർവ്യൂവിന്റെ വിജയത്തിൽ. ഇത്ര നല്ല വിജയം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂര് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്റർവ്യൂവിന് മുമ്പ് ഒരു ലഘു പരിശീലനം ഞങ്ങൾ നൽകിയിട്ടുണ്ടായി. ആ ചെറു പരിശീലനം മതി നമ്മുടെ വിജയ ശതമാനം ഇത്രമാത്രം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. പുത്തൂർ പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 61,93,7,416 രൂപ വരവും 61,43,46,500 രൂപ ചിലവും 50,60,916 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതി, റോഡുകൾ, ഉൽപാദന മേഖല, ശുചിത്വം, മാലിന്യ സംസ്കരണം, തൊഴിലവസരം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നു. ഭവന പദ്ധതിക്ക് 10.36 കോടി രൂപ, ഗതാഗത സൗകര്യങ്ങൾക്ക് 10 കോടി, കൃഷി വികസനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് 3.2 കോടി, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം എന്നിവയ്ക്ക് 2.15 കോടി, കുടിവെള്ളത്തിന് 1.16 കോടി രൂപ, വിദ്യാഭ്യാസ സംരക്ഷണത്തിന് 30 ലക്ഷം രൂപ തുടങ്ങി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS സജിത്, ലിബി വർഗീസ്, നളിനി വിശ്വംഭരൻ, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, അക്കൗണ്ടന്റ് മെറീന, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. 3,94,7,416 രൂപ വരവും വിവിധ ക്ഷേമ പരിപാടികൾക്കായുള്ള ചെലവ് 61,43,46,500 രൂപ ചെലവും 50,60,60,916 നീക്കിയിരിപ്പുമാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് നികുതിയേതര വരുമാനം പൂർണ്ണമായും പിടിച്ചെടുത്തുകൊണ്ട് തനത് വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം സംസ്ഥാന ബഡ്ജറ്റിലെ 2025-26 വർഷത്തെ പ്ലാൻ, നോൺ പ്ലാൻ വകയിരുത്തലുകൾ പൂർണ്ണമായും ഉപയോഗിക്കുവാനും ചെയ്യുവാനാണ് ഇതിലൂടെ സാധിച്ചിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്കും റോഡുകൾക്കും ഉൽപാദന മേഖലയ്ക്കും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും തൊഴിലവസരങ്ങൾക്കും മുൻതൂക്കം നൽകി സുവോളജിക്കൽ പാർക്കും പുത്തൂർ കായൽ ടൂറിസവും വരുന്നതിന്റെ ഭാഗമായി ടൂറിസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ യോഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ഭവന പദ്ധതികൾക്കായി 10,36,00,000 രൂപ, ഗതാഗത സൗകര്യങ്ങൾക്കായി 10 കോടി, കൃഷി വികസനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് 3.2 കോടി രൂപ, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം എന്നിവയ്ക്ക് 2.25 കോടി രൂപ, വനിതാ ശിശു വൃദ്ധക്ഷേമ പദ്ധതികൾക്കായി 1,85,00,000 രൂപ, ആരോഗ്യ സംരക്ഷണത്തിന് 1,06,00,000 രൂപ, തെരുവിളക്കുകളുടെ വിപുലീകരണം, സംരക്ഷണം, വൈദ്യുതി ചാർജ് എന്നിവയ്ക്ക് 1,16,00,000 രൂപ, കുടിവെള്ളം 1,16,00,000, വിദ്യാഭ്യാസ സംരക്ഷണത്തിന് 30 ലക്ഷം, പൊതു ശ്മശാനത്തിന് 50 ലക്ഷം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 4.5 കോടി രൂപ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി 15 കോടി രൂപ. പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച ബജറ്റ് ജനവിരുദ്ധമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പരിപാടി DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർമാരായ ബിന്ദു സേതുമാധവൻ, ജോസഫ് പടമാടൻ, മിനി റെജി, ജിനോ തമ്പി, ഷീബ സാജൻ, ഡെയ്സി ജേക്കബ്, സാലി ടീച്ചർ, O ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന, അൽജോ ചാണ്ടി, UK സദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. പ്രവർത്തനത്തിലും കൃത്യമായ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റുമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനവിരുദ്ധ ബഡ്ജറ്റ്, ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഈ ബഡ്ജറ്റ് ഇവിടെ കത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച മാതിരി ശ്മശാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
7 വർഷക്കാലമായി ഇവിടെ 75 ലക്ഷം രൂപയോളം മുടക്കി ഒരു ശ്മശാനത്തിന് സ്ഥലമെടുത്ത് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് അവിടെ ഒരു ആംബുലൻസ് പോലും കയറാനുള്ള സാഹചര്യമില്ലാതെയാണ് ആ പ്രദേശം. 3 ജില്ലാ കളക്ടർമാർ മാറി മാറി വന്നു. LDFിൻ്റെ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ജില്ലാ കളക്ടർമാരും അനുയോജ്യമല്ലാത്ത സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതിയ ആ സ്ഥലത്ത് വീണ്ടും ഇവർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് മൊത്തം നടക്കുന്നത്. ഇവിടെ ഡാറ്റാ ബാങ്കിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല. സാമ്പത്തിക രംഗത്ത് കാര്യങ്ങൾ കൂടുതലുള്ള കക്ഷികൾക്ക് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച, അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയവും കെടുകാര്യസ്ഥതയും അഴിമതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് ഇവിടെ കത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രതിഷേധ സമരം. തൃശൂർ ജവഹർ ബാലഭവൻ അവധിക്കാല ക്യാമ്പിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ 2 മുതൽ മെയ് 30 വരെ ക്ലാസുകൾ. വ്യത്യസ്തങ്ങളായ 17 കലാകായിക കരകൗശല ഇനങ്ങളിൽ പരിശീലനം നൽകും. കുട്ടികളുടെ സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന മധ്യവേനൽ അവധി ക്യാമ്പിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷനുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പൂക്കാവിലെ ബാലഭവൻ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233209. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് ബോംബ് ഭീഷണി. വയനാട് തവനൂരിലെയും തൃശൂർ വെള്ളാനിക്കരയിലെ ഓഫീസിലേക്കുമാണ് ഭീഷണി വന്നത്. ബോംബ് സ്ക്വാഡ് അന്വേഷിച്ചു, പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. എവിടെ നിന്നാണ് മെയിൽ സന്ദേശം എത്തിയതെന്ന് വരും ദിവസങ്ങളിൽ അറിയാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ എൽദോ തോമസ്, VM കുര്യാക്കോസ്, വർഗീസ് വാഗയിൽ, PK മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പല നാളെ ക്രിസ്മസ് വന്നു, ഓണം വന്നു, കുറച്ച് സാധനങ്ങൾ പേരിനിറക്കി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്ഥിതി എന്താ? കാരുണ്യ പദ്ധതിയിലൂടെ പല ഭൂരിഭാഗം നിർത്തി. പല ആശുപത്രികളിലും 700 കോടി രൂപ കാരുണ്യ പദ്ധതിയുടെ ആളുകളെ ചികിത്സിച്ചതിന് സ്വകാര്യ ആശുപത്രികൾ കൊടുക്കാണ്ട്. 500 കോടി രൂപ മരുന്ന് വാങ്ങിയതിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 1400 കോടി രൂപ കൊടുക്കാണ്ട്. അപ്പൊ എങ്ങനെ സാധനങ്ങൾ വാങ്ങുക? അവർ കൊടുക്കുമോ? മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല അവർക്ക്. സ്വകാര്യ കമ്പനികൾ കാരുണ്യ പദ്ധതി നിർത്തിയ മട്ടിലാണ്. അങ്ങനെ കാരുണ്യ പദ്ധതിയിലൂടെ വരുന്ന ലോട്ടറിയുടെ വിഹിതം എന്തിന്? ഇന്ത്യ രാജ്യത്ത് ആദ്യമായി 2 രൂപ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് പിണറായി വിജയനാണ്. അതിൽ 1 രൂപ എന്തിനാ? 1 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ. പിന്നെ 1 രൂപ എന്തിനാ? റോഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണി വിപുലമായ പരിപാടികളോടെ സിസ്റ്റർ ആൻസി ആന്റോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസി ആന്റോ അതിഥികളെ സ്വാഗതം ചെയ്തു. സിസ്റ്റർ ലിസിറ്റ, സിസ്റ്റർ ജാൻസി ആന്റണി, PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് ജെസി ഹെൻസൺ, സ്മിത ജോജു, ലിൻസി സജീവ് എന്നിവർ ദീപം തെളിയിച്ചു. സിസ്റ്റർ ലിസിറ്റയുടെ സംസാരശേഷം കുട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നു. കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ക്ലാസ് ടീച്ചർക്കൊപ്പം ഫോട്ടോ എടുത്തു. സിസ്റ്റർ ലിൻസി നന്ദി അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സ്കൂളിൽ വന്നിട്ടേ ഒരു കാര്യം നമ്മുടെ മക്കളോട് ചോദിച്ചു, എന്നതാണ് ഈ ഗ്രാജുവേഷൻ? അപ്പൊ അവരൊരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞങ്ങളൊക്കെ അപ്പോഴും പെട്ടി തപ്പി വെച്ച 1-ാം ക്ലാസ്സിലേക്ക് വന്നേക്കണേ അല്ലേ? നിങ്ങളെന്നോട് പറഞ്ഞത് കറുത്ത് ഉടുപ്പിട്ട് തൊപ്പി വെച്ച് ഞങ്ങൾ 1-ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, അതാണോ? അല്ല, നിങ്ങൾ pre-KG, KG, upper KG 3 കൊല്ലത്തെ നിങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞ് ഇപ്പൊ ഏതാണ്ട് വലിയ കോളേജിലെ പിള്ളേരെ പോലെ ഇരിക്കണേ. ആ അന്ന് സ്കൂളിലേക്ക് വന്നില്ലേ
വെട്ടുകാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം വെട്ടുകാട് 169 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വെട്ടുകാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ OP സമയം വെട്ടിക്കുറച്ചതിനെതിരെയും ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാനും ഞായറാഴ്ചകളിൽ OP പുനഃസ്ഥാപിക്കാനും മരുന്നുക്ഷാമം പരിഹരിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം വെട്ടുകാട് 169 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വെട്ടുകാട് സെന്ററിൽ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൺ വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, VV മുരളീധരൻ, O ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിനോ തമ്പി, ബിന്ദു സേതുമാധവൻ, മിനി റെജി, ഡെയ്സി ജേക്കബ്, KT അവറാച്ചൻ, റെജി ജോർജ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അൽജോ ചാണ്ടി, നോബിൻ എന്നിവർ സംസാരിച്ചു. മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ വെട്ടുകാട്ടത്തെ ആളുകൾക്ക് മാത്രമല്ല ഇതിന്റെ ഗുണം കിട്ടുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 28 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ആളുകളെല്ലാം, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി കൂടിയ ആളുകളും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വെട്ടുകാടിലെ ഈ ആശുപത്രിയിലേക്കാണ്. ഇവിടെ വരുമ്പോഴുള്ള കാഴ്ചയും ഇവിടെ വരുമ്പോഴുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മരുന്നുകളില്ല, അതുപോലെ തന്നെ എക്സ്റേ ആയാലും മറ്റു കാര്യങ്ങളായാലും മറ്റു പല കാര്യങ്ങളിലേക്കും പുറത്തുപോയി അത് ചെയ്തു വരൂ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം കണ്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമായ ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം. രണ്ട് സർക്കാരുകളെ കുറിച്ചും നമ്മൾ ദീർഘമായി എന്ന് പറയുന്നില്ല. കാരണം ഞാൻ പറയാൻ നിന്നാൽ ഒരു രാത്രിയും ഒരു പകലും 2 ദിവസം പോലും നിന്നാൽ ഈ സർക്കാരുകളെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ, അവരുടെ കെടുകാര്യസ്ഥതയെ കുറിച്ച് പറയാനുള്ള സമയമുണ്ടായിരിക്കും. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാസങ്ങളായി പണി കഴിഞ്ഞു കിടക്കുന്ന കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷനായി. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡേവിസ് ചക്കാലക്കൽ, കൌൺസിലർമാരായ EV സുനിൽ രാജ്, സനോജ് കാട്ടുകാരൻ, നിമ്മി റപ്പായ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, NP രാമചന്ദ്രൻ, ഷാജു അരിമ്പൂർ, ജോൺസൺ മുളങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. 2000 രൂപയുടെ നോട്ടിന് 50 കോടി രൂപ നൽകാമെന്ന വാഗ്ദാനം നൽകി കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ച് 1 ലക്ഷത്തിലധികം രൂപയും കാറും തട്ടിയെടുത്ത കേസിലെ പ്രതികൾ പിടിയിൽ. പാലക്കാട് പുതുക്കോട് സ്വദേശി സുരേഷ് കുമാറിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി 1 ലക്ഷത്തിലധികം രൂപയും കാറും തട്ടിയെടുത്ത കേസിലെ പ്രതികളായ മലപ്പുറം തിരൂർ സ്വദേശി വെളിയത്ത് വീട്ടിൽ അനിൽ, തിരൂർ പറവണ്ണ സ്വദേശി അനിൽ, ആട്ടിരിക്കാട്ട് വീട്ടിൽ പ്രമോദ്, ചന്ദ്രത്തിൽ വീട്ടിൽ റംഷാദ്, മലപ്പുറം എടയൂർ വടക്കേവളപ്പിൽ വീട്ടിൽ അൽത്താഫ് എന്നിവരെയാണ് തിരൂർ പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവിൽ മൂവരെയും ഇറക്കിവിട്ട് സുരേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിലുള്ള കാർ ബലമായി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകി. തിരൂർ പോലീസിന്റെ സഹായത്തോടെ സൈബർ സെല്ലിന്റെയും സഹായത്തോടുകൂടി പ്രതികളെ പിടികൂടി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർമാരായ തോമസ്, ബാലസുബ്രഹ്മണ്യൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവൻ, രജീഷ്, പ്രിയേഷ്, സുജിത് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷണക്കേസ് പ്രതികൾ രക്ഷപ്പെട്ടു. എറണാകുളത്ത് നിന്ന് വേണാട് എക്സ്പ്രസിൽ പോലീസ് കൊണ്ടുവന്ന 2 പ്രതികളാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. നിരവധി കേസുകളിൽ പ്രതിയായ വിനീത്, രാഹുൽ എന്നിവരാണ് രക്ഷപ്പെട്ടത്. പരിസരത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറി എന്നാണ് വിവരങ്ങൾ. വടക്കാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതികളാണ് ഓടി രക്ഷപ്പെട്ടത്. ജില്ലാ ശുചിത്വ മിഷൻ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ശുചിത്വ മിഷന്റെ കീഴിൽ ക്ലീൻ കേരള കോൺക്ലേവിന്റെ ഭാഗമായാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ വിഷയാവതരണം നടത്തി. മാലിന്യമുക്ത നവകേരളത്തിൽ മാധ്യമപ്രവർത്തകരുടെ പങ്ക് എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകർ അനുഭവങ്ങൾ പങ്കുവച്ചു. ശുചിത്വ മിഷൻ പ്രതിനിധികളോട് സംവദിക്കുകയും മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംശയ നിവാരണം നടത്തുകയും ചെയ്തു. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ട്രഷറർ TS നീരാംബരൻ അധ്യക്ഷത വഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാബു, മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ KB ബാബുകുമാർ എന്നിവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ NC സംഗീത് നന്ദി അറിയിച്ചു. മറ്റൊരു ഇടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം.
അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ് ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. വധശ്രമത്തിലെ പ്രതികൾ പിടിയിലായി. പന്നിയങ്കര സ്വദേശി അരുണിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ നാട്ടിക സ്വദേശി കരിപ്പായി രമേശ് എന്ന് വിളിക്കുന്ന രമേശ്, ഒളരിക്കര സ്വദേശി ഉമ്മാപ്പുള്ളി വീട്ടിൽ ജെൻസൺ എന്നിവരെയാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ചേറ്റുപുഴയിൽ ബന്ധുവീട്ടിലായിരുന്ന അരുണിനെ പ്രതികൾ മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചു. അരുണിന് തലയിൽ മാരകമായി മുറിവ് പറ്റി. ഭാര്യയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. രമേശിനെ വളർക്കാവിൽ നിന്നും ജെൻസനെ ഒളരിയിൽ നിന്നുമാണ് പിടികൂടിയത്. സാമ്പത്തിക തർക്കത്തിലുള്ള വിദ്വേഷമാണ് ആക്രമണ കാരണം. വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകിയ അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത്യൻ രാജ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുശാന്ത്, അഖിൽ വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർമാരായ അലൻ, വിഷ്ണു എന്നിവർ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ നിർമ്മാണ ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്യാൻ മന്ത്രിതല യോഗം നിർദ്ദേശം നൽകി. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ക്യാമ്പയിനിലൂടെ 10,000 പേർക്ക് ജോലി നൽകാനാകുമെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്. പുത്തൂർ പഞ്ചായത്ത് 2024-25 ബജറ്റ് വൈസ് പ്രസിഡന്റ് അശ്വിനി സുനീഷ് അവതരിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി. പണി കഴിഞ്ഞിട്ടും ഒല്ലൂർ സോണൽ ഓഫീസ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ കമ്മിറ്റി പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.